പ്രയാസങ്ങളും ചിന്താകുലങ്ങളും ദുഃഖവുമൊക്കെ മാറുവാൻ ആദ്യകാലമില്ല. അദ്ദേഹം എഴുതി. വീണ്ടും അദ്ദേഹം താഴോട്ട് എഴുതുക. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ വരും മേഘമതിൽ നമ്മെ ചേർക്കുവാൻ നടു വാനതിൽ ദൂതരുമായി. കേട്ടോ, സ്തോത്രം. അതെ, ദൈവത്തിൻ്റെ ഭവനത്തിൽ അനേക മുറികളൊക്കെ പണിത് നമ്മെ വന്ന് അവിടേക്ക് കൊണ്ടുപോയി നമ്മെ ചേർത്ത് കൂടെ താമസിപ്പിക്കാൻ കർത്താവ് എത്രയും പെട്ടെന്ന് വരും. സ്തോത്രം. ദൂതന്മാരുമായി വരും, അദ്ദേഹം എഴുതി. കാരണം അദ്ദേഹത്തിൻ്റെ സങ്കടം ഈ ലോകത്തിലെ മുറികൾ ഒക്കെ താൽക്കാലികമാണ്. ഈ ലോകം സങ്കടം മാത്രം തരുന്നതാണ്. ഈ ലോകം നമ്മെ തള്ളിക്കളയുന്നതാണ്. ഇവിടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർക്കേണ്ടതിന് പിന്നെയും അത് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതെ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് വേണ്ടി, എൻ്റെ കാന്തയ്ക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ, പട്ടണമൊരുക്കുവാൻ, വീടുകളൊരുക്കുവാൻ കർത്താവ് പോയിട്ടുണ്ട്. അവിടെ അത് കഴിയുമ്പോൾ ദൂതന്മാരുമായിട്ട് വന്ന് നമ്മെ അവിടേക്ക് കൊണ്ടുപോകും. ആ ഭവനത്തിൽ സങ്കടമില്ല, ദുഃഖമില്ല, നെടുവീർപ്പില്ല, പിന്നീട് മരണമില്ല, ഒന്നുമില്ലാത്ത മനോഹരമായ നിത്യമായ ഭവനം കർത്താവ് ഒരുക്കും. അദ്ദേഹം വീണ്ടും പിന്നെ എഴുതുക. കാരണം കാലമെല്ലാം കഴിയും. പാട്ടുകൾ അങ്ങനെ, ആ പാട്ട് തന്നെ താഴോട്ട് എഴുതുക. ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. കാലം കഴിയും, കാലം അവസാനിക്കും. ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം അഴിയും. സ്തോത്രം. ഭൂമിയും അതിൻ്റെ പണികളും വെന്തുപോകും. ഒരുപാട് പുസ്തകത്തിൽ വായിക്കുന്ന പോലെ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, പഴയ ആകാശവും പഴയ ഭൂമിയൊന്നും പിന്നെ കണ്ടില്ല. മനസ്സിലായോ? ആമേൻ. അതായത് മനുഷ്യൻ ഇവിടെ കെട്ടിപ്പോക്കുന്നതെല്ലാം ഒരു ദിവസം ഇല്ലാതാകും. സ്തോത്രം. ഇന്ന് കാണുന്നതെല്ലാം മറയും, കാണുന്നതെല്ലാം അഴിഞ്ഞു പോകും. പിന്നെ പുതിയൊരു യുഗം വരുന്നു. ഒരിക്കലും ഈ അവസ്ഥയിലേക്ക് തിരിച്ചു വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ നിത്യതയാണ്, സന്തോഷത്തിന് നിത്യതയാണ്. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, ഭാരമില്ലാത്ത, ആരും ഇറക്കി വിടാനില്ലാത്ത, ആരും മുഖം തിരിക്കാത്ത, സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ വിശുദ്ധിയുടെ ആ